അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയായിട്ടുള്ള ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയാലോ? അപ്പോൾ വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള റവ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. നിങ്ങൾ റോസ്റ്റഡ് റവയാണ് മേടിക്കുന്നതെങ്കിൽ പോലും ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുക. ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ ഉപ്പുമാവിലേക്ക് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പച്ചമുളക്, ഒരു 2-3 ഇതിൽ കറിവേപ്പില പിച്ചിട്ടതാണ്, അതുപോലെ ഒരു 3-4 ഉള്ളി എടുക്കാം. അതല്ലെങ്കിൽ ഒരു ചെറിയ സവോളയുടെ പകുതി കട്ട് ചെയ്താലും മതി. ചുമന്നുള്ളിയാണ് എടുക്കേണ്ടത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഉപ്പുമാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉഴുന്നുപരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റവ എടുത്ത അതേ കപ്പിന്, അതായത് 1 കപ്പ് റവയാണെങ്കിൽ 2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് തിളപ്പിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അധികമായി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ഉപ്പ് കുറഞ്ഞാലും ഉപ്പുമാവില് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഈ ഒരു ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. റവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഉപ്പുമാവിന്റെ വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നല്ലതുപോലെ കട്ട പിടിക്കാത്ത വിധത്തിൽ ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിലക്കടല, അതായത് കപ്പലണ്ടിയോ കാഷ്നട്ടോ ഒക്കെ വറുത്ത് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ എന്തായാലും ഇതിലേക്ക് കുറച്ച് കിസ്മിസും അതുപോലെ കാഷ്നട്ടും വറുത്തത് ചേർക്കുന്നുണ്ട്.